യിലേക്ക് പോകുന്ന MCI 4-ാം നാളിലും ഗൾഫ് രാജ്യങ്ങൾ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ US ബേസുകൾ ലക്ഷ്യമാക്കി ഇറാന്റെ ആക്രമണം തുടരുന്നതാണ് നമ്മൾ പിന്നിട്ട മണിക്കൂറുകളിൽ കണ്ടത്. ഇന്നിപ്പോൾ ഒമാനിലെ ദുഃഖം തുറമുഖത്തെ എണ്ണ സംഭരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു, ഫുജൈറയിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ 4-ാം ദിവസം ഗൾഫ് രാജ്യങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇറാന്റെ ആക്രമണങ്ങളുടെ ഒരു രീതിയും സ്വഭാവവും എങ്ങനെയായിരുന്നു? അതൊക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ടോ അതോ മുഴുവനായും ഇന്റർസെപ്റ്റ് ചെയ്ത് തകർത്തു കളയുകയാണോ ചെയ്തത്? എന്തായിരുന്നു അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള സ്വഭാവം? സൈഫുദ്ദീൻ, ഇന്നലെ രാത്രിയാണ് വ്യാപകമായിട്ടുള്ള ആക്രമണം UAE അതോടൊപ്പം തന്നെ ഖത്തർ, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടായത്. ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ ഉണ്ടായി. പക്ഷെ അതൊക്കെയും പൂർണ്ണമായും വിജയകരമായി തന്നെ പ്രതിരോധിക്കാൻ അതാതിടങ്ങളിലെ പ്രതിരോധ മന്ത്രാലയത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ പക്ഷേ ചില ഭാഗങ്ങളിൽ സ്ഫോടനം നടത്തി ഇതിനെ നിർവീര്യമാക്കുന്ന ഘട്ടത്തിൽ ആ ചീളുകൾ തെറിച്ചു വീണ് ചെറിയ തീപിടുത്തം ഉണ്ടാവുകയും വളരെ നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ ചിലർക്ക് പരിക്കേറ്റതായിട്ടൊക്കെ റിപ്പോർട്ടുകൾ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അല്പം മുമ്പ് ബഹ്റൈന് നേരെ വീണ്ടും മിസൈൽ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വാർത്താ ഏജൻസികൾ പുറത്തുവിടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ റിപ്പോർട്ടർമാർ തന്നെ ഔദ്യോഗികമായിട്ട് അതിൻ്റെ തുടർ വാർത്തകൾ നൽകുമെന്നാണ് നമ്മൾ കരുതുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞായറാഴ്ചയായിരുന്നു ഒമാനിലെ ദുഃഖം തുറമുഖത്തിന് നേരെ ആദ്യ ആക്രമണം നടന്നത്. തുടർന്ന് ഇന്ന് വീണ്ടും ആക്രമണം നടന്നു. ഒരു എണ്ണ ടാങ്കറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ആക്രമണം നടന്നത് എന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അതിലപ്പുറം എന്തായാലും ഒമാനും ഖത്തറിനുമെതിരെയുള്ള ഈ നീക്കങ്ങളാണ് ഒരു പക്ഷേ കൂടുതൽ പേടിക്കേണ്ടത്. കാരണം ഈ രണ്ട് രാജ്യങ്ങളാണ് മധ്യസ്ഥ നീക്കങ്ങളുമായി വളരെ ശക്തമായി തന്നെ രംഗത്തുണ്ടായിരുന്നത്. ആ രാജ്യങ്ങളെപ്പോലും പ്രകോപിപ്പിക്കുന്ന നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ ഇറാൻ നീങ്ങുന്നത്. അതിന് ഇറാൻ പറയുന്ന ന്യായീകരണം തങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ സ്വാഭാവികമായിട്ടും അമേരിക്കൻ താല്പര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ആ അമേരിക്കൻ താല്പര്യങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന ഒരു വിശദീകരണമാണ് ഇന്നും ഇറാൻ നേതൃത്വം നൽകുന്നത്. പക്ഷേ അതിൻ്റെ നേർക്കുനേരെയുള്ള ഒരു പ്രവണത എന്നത് ഈ രാജ്യങ്ങളുമായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളും ഇറാനുമായിട്ടുള്ള അകൽച്ച കുറെ കൂടി വർദ്ധിക്കുന്നു എന്നതാണ്. കാരണം നേരത്തെ തന്നെ വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇറാന് നൽകിയിരുന്നു. പക്ഷേ ഇതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് നിരന്തരമായിട്ടുള്ള ആക്രമണം. ആദ്യം അത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു. അത് കുറെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് ആ ആക്രമണത്തിന്റെ ദിശ മാറുന്നത് ഖത്തറിലെയും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെയും എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ, ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയാണ്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണതി എന്ന നിലയ്ക്ക് അരാംകോയുടെ റിഫൈനറിയുടെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ പ്രകൃതി ദ്രാവകത്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഏറെക്കുറെ പൂർണ്ണമായി തന്നെ ഖത്തർ നിർത്തിവെച്ചു. ഇതൊക്കെ ആഗോള വിപണിയിലും ഇതിന്റെ പ്രതിഫലനം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. കാരണം ഇന്ന് മാത്രമാണ് ഈ പ്രകൃതി വാതകവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഏതാണ്ട് 30% വിലവർധനമാണ് ഉണ്ടായിരിക്കുന്നത്. എണ്ണയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ബാരലിന് $80 മുകളിലേക്ക് അത് എത്തിയിരിക്കുകയാണ്. അതൊരു പക്ഷേ ഇനിയും വർദ്ധിക്കാനാണ് വലിയ സാധ്യതയുള്ളത്. അതിലപ്പുറം ഈ ചരക്ക് കടത്ത്, ഹോർമസ് കടലിടുക്ക് മുഖേനയുള്ള ചരക്ക് കടത്ത് ഏറെക്കുറെ നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായിട്ടും വലിയ ഒരു പ്രതിസന്ധി ആളുകളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വരെ അത് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ ഇത് ഒരു പ്രശ്നപരിഹാരം ആര് ഇതിനെ മുൻകൈ എടുക്കുമെന്ന ചോദ്യത്തിന് തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരം ഈ ഘട്ടത്തിലും ലഭ്യമല്ല. ഇപ്പൊ ചൈന അതിൻ്റെതായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ് ഇറാന് നേരെ നടന്നത്. ഒരു വെടിനിർത്തലിന് അമേരിക്കയും തയ്യാറാകണം, തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ അതിനുണ്ടാവും എന്ന് ചൈന പറയുന്നുണ്ട്. റഷ്യയും ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിലപ്പുറം പ്രായോഗികമായിട്ടുള്ള ഒരു നീക്കങ്ങൾ, ഒരു മധ്യസ്ഥ നീക്കത്തിന് തങ്ങൾ തയ്യാറാണ് എന്നോ ആ അർത്ഥത്തിലുള്ള ഒരു പ്രതികരണം ചൈനയുടെ ഭാഗത്തു നിന്നോ റഷ്യയുടെ ഭാഗത്തു നിന്നോ ഇനിയും ഉണ്ടായിട്ടില്ല. നേരെമറിച്ച് ഇറാനുമായിട്ട് പരോക്ഷമായിട്ടുള്ള ചില സൈനിക കരാറുകളിൽ ഈ രണ്ട് രാജ്യങ്ങളും ഏർപ്പെട്ടതായിട്ടുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ശക്തമായി തന്നെ അവർ മുന്നോട്ട് പോകുമെന്ന് തെളിയിക്കുന്നു. ഏതാണ്ട് ഇപ്പോൾ ഈ യുദ്ധത്തിന്റെ ആദ്യ ദിവസം 165 കുട്ടികളാണ് ഒരു ഒറ്റ വിദ്യാലയത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ മരണപ്പെട്ടത്. അവർക്കിന്ന് വിടവാങ്ങൽ ചടങ്ങ് വലിയ തോതിൽ ആയിരങ്ങളാണ് തെഹ്റാനിലും മറ്റും ആ ചടങ്ങിൽ പങ്കെടുത്തത്. കണ്ണീർ വാർത്തുകൊണ്ട് ഒരു ജനതയുടെ പൂർണ്ണമായിട്ടുള്ള കണ്ണീർ വിലാപം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ കുട്ടികൾ യാത്രയായിരിക്കുന്നത്. അപ്പൊ അത്രയും വികാരപരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട
ബഹുമാനപ്പെട്ട നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ വധം സൃഷ്ടിച്ച നടുക്കവും അതും ഇറാനിയൻ ജനതയെ കൂടുതൽ ഏകീകരിക്കുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ അമേരിക്കയും ഇസ്രായേലും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഈ ഒരു അനുകൂലമായ സന്ദർഭം പ്രയോജനപ്പെടുത്തി വിമത വിഭാഗം അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വിഭാഗം കുറെ കൂടി ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയും അങ്ങനെ ഒരു ഭരണമാറ്റത്തിനുള്ള ഒരു അനുകൂലമായ സാഹചര്യം ഒരുങ്ങുമെന്നായിരുന്നു നെതന്യാഹുവും ട്രംപും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയുള്ള ചിത്രങ്ങളല്ല ഇന്ന് പിന്നെ നമ്മൾ ഇറാനിൽ നിന്ന് കാണുന്നത്. മിക്ക നഗരങ്ങളിലും വലിയ തോതിൽ സർക്കാർ അനുകൂല വികാരപരമായിട്ടുള്ള പ്രകടനങ്ങളും റാലികളും നടക്കുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇറാനോ അമേരിക്കയോ ഈ യുദ്ധത്തിൽ നിന്നൊരു പിൻവാങ്ങാനോ ആക്രമണം അവസാനിപ്പിക്കാനോ പ്രത്യക്ഷത്തിൽ ഒരു നടപടി കാണുന്നില്ല. അതേസമയം ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ പ്രതിഷേധമൊക്കെ ഇറാനോട് ഉണ്ട് എങ്കിൽ പോലും എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധി തീർക്കേണ്ടതുണ്ട്. ഇത് യുദ്ധം കൂടുതൽ നീണ്ടുപോകരുത്. അത് തങ്ങളുടെ മാത്രമല്ല ഈ മേഖലയുടെയും ലോകത്തിന്റെയും സമാധാന താല്പര്യങ്ങളെ, സുരക്ഷയെ, സാമ്പത്തിക താല്പര്യങ്ങളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തലിലേക്ക് ഇരുപക്ഷത്തെയും എത്തിക്കാൻ അതിനുവേണ്ട നീക്കങ്ങൾ ഖത്തറും ഒമാനും ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളൊക്കെ ഇനിയും കൈക്കൊള്ളാൻ തയ്യാറാവും. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ ഇറാന്റെ ഭാഗത്തു നിന്നോ ഒരു അനുകൂലമായിട്ടുള്ള സിഗ്നൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്.